കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ധനകാര്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഷംസുദ്ദീൻ എംഎൽഎ കടുത്ത വിമർശനങ്ങളാണ് നടത്തിയത്. നവകേരള യാത്രയെ കണക്കിന് പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ കത്തിക്കയറിയത്. അതോടെ സ്പീക്കർ നിരന്തരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അതിനിടയിൽ എഴുന്നേറ്റ മന്ത്രി എം പി രാജേഷിനും കണക്കിന് കൊടുത്തു ഷംസുദ്ദീൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 40 വട്ടം ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടിട്ട് കാര്യം നടക്കാതെയാണ് അദ്ദേഹം ഇതിനു വേണ്ടി വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രഹസനമായ സംഗതി. ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ചെലവുകളോ അത് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആയി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികൾ പരിഹരിക്കാൻ വേണ്ടി 21, 22, 23 തീയതികളിൽ താലൂക്ക് തലത്തിൽ പ്രത്യേകമായ അദാലത്തിൻ്റെ സിറ്റിംഗ് നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 55% പരാതികളും തീർപ്പാക്കിയിട്ടുണ്ട്. 55%. ബാക്കിയുള്ളത് വീണ്ടും ഫെബ്രുവരിയിൽ ആദ്യവാരം പ്രത്യേക അദാലത്ത് ചേർന്ന് തീർപ്പാക്കും. ഇതിൽ പരാതി ചിലത് കേൾക്കേണ്ടി വരും, ഹിയറിംഗ് നടത്തേണ്ടി വരും. ആ നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. വീണ്ടും തിരിച്ച് അതേ സ്ഥാപനത്തിലേക്ക് വിടുകയല്ല ചെയ്തത്. പറഞ്ഞത് തെറ്റല്ല. മന്ത്രി തീർപ്പാക്കി എന്ന് പറയണത് എന്താ? വീട് കിട്ടാത്തവൻ മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ വന്നപ്പോൾ കൊടുത്തു പരാതി, അവന് മറുപടി കൊടുത്തു. അതാണ് തീർപ്പാക്കി എന്ന് പറഞ്ഞത്. താങ്കളുടെ ലൈഫിൽ ഇത്ര നമ്പറാണ്, ഇപ്പോൾ പരിഗണിക്കാൻ നിർവാഹമില്ല, നമ്പർ താങ്കളുടേത് വരുമ്പോൾ പരിഗണിക്കും. ഇതാണ് മറുപടി. അതേപോലെ ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടാൻ ആരനുവദിക്കുന്നില്ല? DFO അനുവദിക്കുന്നില്ല. അതാണ് പരാതി. നിങ്ങൾ മറുപടി തീർപ്പാക്കി. ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടാൻ നിയമം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കുക. മറുപടി കൊടുത്തു. ഇതാണ് തീർപ്പാക്കല്. ഫോറസ്റ്റിലൂടെ റോഡ് വെട്ടിയ ഉമ്മൻചാണ്ടിയുടെ അന്നത്തെ ജനസമ്പർക്ക പരിപാടിക്ക് ഉണ്ടായിരുന്നു. അതാണ് പരിഹാരം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഈ നവകേരള സദസ് ഒരു നല്ല സമയത്തൊക്കെ നമുക്ക് ആർഭാടം കാണിക്കാനുള്ള സാമ്പത്തിക സൗകര്യം ഉണ്ടെങ്കിൽ അന്ന് ചെയ്യാമായിരുന്നു. ഈ പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന, കടം വാങ്ങി അടുത്ത കടം കിട്ടാൻ നിർവാഹമില്ലാത്തൊരു നാട്ടില് നിങ്ങൾ ചെയ്തത് ശരിയായില്ല. കേരളീയം നടത്തിയത് ശരിയായില്ല. കാരണം ഇതിനൊക്കെ ഒരു പ്രയോറിറ്റി വേണം. ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഈ ഫ്ലോറിൽ തന്നെ നിങ്ങൾ പറഞ്ഞതാണ്, ഈ 10th സെഷനിൽ തന്നെ വീണ്ടും പറയല്ല, ആവർത്തന വിരസതയുണ്ട്. എങ്ങനെ കേട്ടില്ല? നിങ്ങൾ ഈ ഫ്ലോറിൽ തന്നെ കേരളീയത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഈ സെഷനകത്ത് വീണ്ടും ആവർത്തിക്കല്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായി പറയുന്നുണ്ട്. ഒരേ വിഷയം ആവർത്തിക്കല്ല. ഇത് സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. സാമ്പത്തിക രംഗത്തെ ദൂർത്ത്, ഇവിടുത്തെ കെടുകാര്യസ്ഥത, ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എല്ലാവരും എടുത്ത സമയം ഞാനും എടുത്തിട്ടുള്ളൂ. ഈ സംഗതി ഒരു സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.